നമസ്കാരം. നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്ന രാശി എന്ന് പറയുന്നത് എട്ടാം ഭാവമാണ്. എട്ടാം ഭാവം എന്ന് പറയുന്നത് മരണഭാവമാണ്. ഡെത്തിനെ കാണിക്കുന്നതാണ്. റീബർത്തിനെ കുറിച്ച് ചിന്തിക്കുന്നതാണ്. എട്ടാം ഭാവവും അതിൻ്റെ ഭാവാധിപനും അതുപോലെ തന്നെ എട്ടാം ഭാവാധിപൻ നിൽക്കുന്ന നക്ഷത്രവും എല്ലാം, അതുപോലെ തന്നെ കാരകനായ ശനിയും, അഷ്ടമരാശിയുടെ കാരകൻ ശനിയാണ്. അപ്പോൾ ശനിയും ഒക്കെയാണ് നമ്മുടെ ആയുസ്സിനെ കാണിക്കുന്നത്. അപ്പോൾ അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എട്ടാം ഭാവം കൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ, ഒന്നാമത്തേത്, മരണത്തോളം വലിയ നാശമില്ല ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ എവിടുന്നോ ജനിച്ചു, ഈ മണ്ണിലേക്ക് പോകുന്നു, മണ്ണിൽ ഇല്ലാതാകുന്നു. സർവനാശം ചിന്തിക്കുന്നത് എട്ടാം ഭാവം കൊണ്ടാണ്. ആപത്തുക്കൾ, അപവാദം എന്നിവ ചിന്തിക്കുന്നതും അഷ്ടമം കൊണ്ടാണ്. ജോലിക്കാർ, മരണകാരണം, ആപത്തുക്കൾ, മരണപ്രദേശം എന്നിവ ചിന്തിക്കുന്നതും എട്ടാം ഭാവം കൊണ്ടാണ്. നമ്മൾ രഹസ്യമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ധനം എട്ടാം ഭാവമാണ്. നമ്മുടെ ഹിഡൻ അസറ്റ്സുകൾ എല്ലാം എട്ടാം ഭാവമാണ്. രഹസ്യം, വഞ്ചിക്കൽ, കൊല, ബന്ധിക്കുക, വധം, നശിപ്പിക്കൽ, ഒരാളെ ചതിക്കുന്നത്, കൊള്ളയടിക്കുന്നത്, ഇതെല്ലാം അഷ്ടമം കൊണ്ടാണ് ചിന്തിക്കുന്നത്. ഒരാളുടെ സൈക്കോളജിക്കൽ അജണ്ട അഥവാ ഇഡൻ സീക്രട്ട് എന്ന് പറയും. അയാളുടെ മാസ്ക്, നമ്മൾ ഒരാളുടെ ബിഹേവിയർ കൊണ്ട് കാണുന്ന അയാളുടെ മാസ്കാണ്. അതിനുള്ളിൽ അയാൾ എന്താണെന്നും ഉള്ളത് അഷ്ടമം കൊണ്ടാണ് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ സൈക്കോസോമാറ്റിക് ഡിസോർഡേഴ്സ്, ഒരാളുടെ നിരാശ, ഡിപ്രഷൻ, ഇതെല്ലാം ചിന്തിക്കുന്നത് ഈ അഷ്ടമഭാവത്തിൻ്റെ ഒരു പോസിറ്റീവ് കാര്യം എന്താണെന്ന് വെച്ചാൽ, അഷ്ടമഭാവത്തിന് നന്നായിട്ട് ബലം കൂടുന്നവർ ഹീലേഴ്സായിട്ട് മാറും. നല്ല ഡോക്ടർ, നല്ല അസ്ട്രോളജേഴ്സ്, അതേപോലെ മറ്റുള്ളവരെ സമാധാനിപ്പിച്ച് മറ്റുള്ളവരുടെ ദുരിതം കേട്ടിട്ട് മറ്റുള്ളവരെ സമാധാനിപ്പിക്കാനുള്ള കഴിവുള്ള ഹീലേഴ്സായിട്ട് മാറാൻ ഈ അഷ്ടമഭാവം ബലമുള്ളവർക്ക് പറ്റും. അതുപോലെ ഇഷ്ടദാനം, നമുക്ക് കിട്ടേണ്ട ഗ്രാറ്റുവിറ്റികൾ, ആപത്തുകൾ, നമ്മുടെ തരം താഴ്ന്ന സ്വഭാവങ്ങൾ, ദാരിദ്ര്യം, കലഹം എന്നിവയും, അതുപോലെ തന്നെ സാധനയുടെ കാര്യങ്ങളും, ഹിഡനായിട്ടുള്ള സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സാധനാദി കാര്യങ്ങൾ, അതുപോലെ തന്നെ ചന്നഭാവം എന്ന് പറയും, നശിപ്പിക്കുന്ന ഒരു ഭാവവും കൂടിയാണ് അഷ്ടമഭാവം. എട്ടാം ഭാവാധിപന് ലഗ്നത്തെക്കാട്ടിലും ബലം കൂടിയാൽ ആയുസ് കൂടും എങ്കിലും ജീവിതത്തിൽ പലതരത്തിലുള്ള ദുരിതങ്ങളെ പേറേണ്ടി വരും എന്നാണ് പറയുന്നത്. അതനുഭവമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അഷ്ടമാധിപനും ശനിയും തമ്മിലുള്ള ബന്ധം, ലഗ്നാധിപനും ശനിയും തമ്മിലുള്ള ബന്ധം, ഇവയെല്ലാം ഒരാളുടെ ആയുർ നിർണയത്തിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ജാതകം കയ്യിലേക്ക് കിട്ടുമ്പം അഷ്ടമഭാവവും ശനിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇത് ഹ്രസ്വായുസാണോ, ദീർഘായുസാണോ, അതോ വളരെ ചെറുപ്പത്തിലെ ബാലാരിഷ്ടകളോടുകൂടി മരണപ്പെടേണ്ടതാണോ, അല്ലെങ്കിൽ മധ്യായുസാണോ, അതൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആയുസിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഈ ഗ്രഹങ്ങളും ഈ സ്വാധീനിക്കുന്ന കാര്യങ്ങളുടെയും ദശയൊക്കെ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഏഴാം ഭാവാധിപൻ എട്ടിൽ നിന്നാൽ ഒരു ഗുണമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, സ്ത്രീക്കാണെങ്കിൽ പുരുഷൻ, പുരുഷനാണെങ്കിൽ സ്ത്രീ, അപ്പം തൻ്റെ പാർട്ട്ണർ നിമിത്തം ധനവരവുണ്ടാവും. പക്ഷേ ജീവിതത്തിൽ എന്നും ദുരിതങ്ങളായിരിക്കും. പാർട്ട്ണറിന് ജോലിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ട് അവർക്ക് പാർട്ട്ണറിൽ നിന്നുള്ള ധനം ഒക്കെ കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടാവും. പക്ഷേ ദാമ്പത്യപരമായിട്ട് ഒരു മാനസികമായിട്ടുള്ളൊരു അടുപ്പം കുറയും. ഭരണി നക്ഷത്രം, മകം എന്നീ നക്ഷത്രങ്ങൾ സ്ഫുടമായിട്ട് വരികയും അവിടെ എട്ടാം ഭാവാധിപൻ നിൽക്കുകയും ഒക്കെ ചെയ്താൽ, അല്ലെങ്കിൽ എട്ടാം ഭാവത്തിൻ്റെ സ്ഫുടം ആ രാശിയിൽ ഈ നക്ഷത്രങ്ങളിൽ വീണാൽ പാരാനോർമൽ ആക്ടിവിറ്റിയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ളൊരു കഴിവുണ്ടാവും. അതുപോലെ തന്നെ നാലാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്
അഷ്ടമ ബന്ധം വരികയും കേതു ബന്ധമൊക്കെ വരികയും ചെയ്തു കഴിഞ്ഞാൽ 4-8 ബന്ധം, അതുപോലെ തന്നെ 4 കേതു ബന്ധമൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൂപ്പർ നാച്ചുറൽ പവറിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു കഴിവ് വരും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഭരണി, മകം എന്നീ നക്ഷത്രങ്ങളിൽ അഷ്ടമാധിപൻ നിൽക്കുക, അല്ലെങ്കിൽ ഈ ഈ നക്ഷത്രത്തിൽ സ്ഫുടം വീഴുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിയർ ഡെത്ത് എക്സ്പീരിയൻസുകളൊക്കെ വരാം. അപ്പോൾ അങ്ങനെ വളരെ വിശാലമായിട്ട് മൾട്ടി ഡയമെൻഷണലായിട്ട് ചിന്തിക്കുന്ന, കാലാതീതമായിട്ട് ചിന്തിക്കേണ്ട ഒരു ഭാവമാണ് അഷ്ടമഭാവം. പുനർജന്മത്തെപ്പറ്റി ചിന്തിക്കുന്ന ഈ ഭാവമാണ്. അതുപോലെ തന്നെ റീഇൻകാർണേഷൻ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസ്റ്റ് ലൈഫ് എക്സ്പീരിയൻസുകളാണ് ശരിക്കും ഈ ജന്മത്തെ സൂചിപ്പിക്കുന്നത്, നമ്മുടെ ഡെപ്റ്റുകൾ, പാസ്റ്റ് ലൈഫ് കർമാസ്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നതെന്നുള്ളൊരു ഒരുപാട്, ഈ അഷ്ടമഭാവം മറ്റ് ഈ ഭാവങ്ങളുമായിട്ട് ബന്ധമില്ലാതെ കിടക്കുന്നതല്ല കേട്ടോ. ഈ ഓരോന്നോരോന്ന് എടുത്ത് പറയുമ്പോൾ നമ്മൾ അത് ഓർത്ത് വെച്ചിരിക്കണം എപ്പോഴും. അത് കാരണം എന്താണെന്നറിയോ, നമ്മുടെ ശിരസ് മുതൽ പാദം വരെ ഉള്ള കാര്യങ്ങൾ ഈ 12 രാശിയിലുള്ളപ്പം പാദം സെപ്പറേറ്റ്, കണ്ണ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എടുത്ത് പറയുന്നെങ്കിലും ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ രാശിപുരുഷൻ, അതായത് നമ്മുടെ ജനന ലഗ്നം മുതൽ 12ാം ഭാവം വരെ ശിരസ് മുതൽ കാല് വരെയും നമ്മുടെ കർമ്മഫലത്തെ പൂർണ്ണമായും അതിൽ കിടക്കുന്നത് കൊണ്ട് ഇത് ഓരോന്നോരോന്നോരോന്ന് എടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പഠിക്കുന്നെങ്കിലും ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇവർ തമ്മിലൊരു ഇൻ്റർലിങ്ക് ഉണ്ട് എല്ലാത്തിലും. ഈ ഇൻ്റർലിങ്കുകൾ എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റീസണാണ് കർമ്മമാണ് റീസൺ. ആ റീസണാണ് നമ്മളുള്ളിൽ തോട്ട്സ് ജനറേറ്റ് ചെയ്യുന്നത്. ആ തോട്ട് ജനറേറ്റ് ചെയ്യുമ്പോഴാണ് ആ തോട്ടിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് നമ്മളുടെ ആക്ഷൻ വരുന്നത്. ആ ആക്ഷൻസിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും കൂടി ഓർക്കണം. അപ്പോൾ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ പിന്നിൽ ഒരു ചിന്തയുണ്ട്, ആ ചിന്തയ്ക്ക് ഒരു റീസണും ഉണ്ട്. ആ റീസൺ ഈ 12 രാശിയിലെ ഗ്രഹങ്ങളുടെ തരുന്ന സൂചനകൾ കൊണ്ട് മനസ്സിലാക്കണം. അതിൽ ആ വ്യക്തിയുടെ അസ്തമയം ചിന്തിക്കുന്നത്, ആ വ്യക്തിയുടെ നാശങ്ങൾ ചിന്തിക്കുന്നത്, അയാളുടെ പല പരാജയങ്ങളും ചിന്തിക്കുന്നത് അഷ്ടമഭാവം കൊണ്ടാണ്. ഒരു വളരെ നിഗൂഢമായിട്ടുള്ളൊരു ഭാവമാണ് അഷ്ടമഭാവവും. അതുപോലെ തന്നെ ദ്രേക്കാണം, 22ാം ദ്രേക്കാണാധിപനെയും വെച്ചിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റഡീസ് നമുക്ക് ഫ്യൂച്ചറിൽ ചെയ്യാം. അത് ചെയ്യുമ്പം ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ആ ദ്രേക്കാണ സ്വരൂപത്തെയും അതിൻ്റെ രീതികളും അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനും അതേപോലെ തന്നെ ആ സമയത്തെ ഗോചരവും ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് നമുക്ക് മരണവും മരണകാരണത്തെ പറ്റിയൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ പഠിക്കാം. അതിനൊക്കെ ഭഗവാൻ അവസരം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പം നമ്മൾ ബേസിക്സ് പഠിക്കുക. അപ്പം അഷ്ടമഭാവത്തെക്കുറിച്ച് പറഞ്ഞത് ആയുർഭാവമാണ്, നാശഭാവമാണ്, കാരകൻ സാറ്റൻ അഥവാ ശനിയാണ്. അപ്പം 9ാം ഭാവമാണ് അടുത്തത്, ഭാഗ്യം. ജനനം മുതൽ മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ 1 മുതൽ 8 വരെയുള്ള ഭാവങ്ങളെ നിയന്ത്രിക്കുന്നത് 9 ആയ ഭാഗ്യവും 10ാം ഭാവമായിട്ടുള്ള നമ്മുടെ ഈ ജന്മത്തിലെ എഫേർട്ടും 11ാം ഭാവമായിട്ടുള്ള സർവ്വലാഭവും പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹവും 12ാം ഭാവമായിട്ടുള്ള നഷ്ടങ്ങളുമാണ്. ഈ 4 ഭാവങ്ങളുടെ ബന്ധമാണ് ശരിക്കും ഈ ബാക്കിയുള്ള 1 മുതൽ 8 വരെയുള്ള ഭാവങ്ങളെ വളരെ നന്നായിട്ട് സ്വാധീനിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. അപ്പം അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ഭാവമാണ്. അടുത്ത ക്ലാസ്സിലാണ്. നമസ്കാരം.